കഴിഞ്ഞ ദിവസം എൻ്റെ പേരൻസ് എന്നെ വിസിറ്റ് ചെയ്തായിരുന്നു. ആൻഡ് അവരുമായിട്ട് ഞാനൊരു ഫൺ റീൽ ചെയ്തു. ആൻഡ് അതിൻ്റെ വാട്സാപ്പിൽ ഇട്ടപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു, നമുക്ക് പണ്ടത്തെ കുറേ കുട്ടിക്കളികൾ ഇപ്പോൾ ഇവരുമായിട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണല്ലേ എന്ന രീതിയിൽ. സോ അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയ്ക്ക് കാരണം. ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്യാട്രിസ്റ്റ് ആണ്. നമ്മൾ പണ്ട് നമ്മുടെ പേരൻസ് ബിഹേവ് ചെയ്തിരുന്ന രീതിയും ഇപ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതിയും കുറേ വ്യത്യാസം തോന്നാറുണ്ടല്ലേ. ആൻഡ് ഇപ്പോൾ ഗ്രാൻഡ് കിഡ്സ് ഉണ്ടെങ്കിൽ അവർ അപ്പൂപ്പനും അമ്മമ്മയും ആയി കഴിയുമ്പോൾ അവരുടെ സ്വഭാവം ഒത്തിരി മാറുന്നുണ്ട്. എൻ്റെ അടുത്ത് പെരുമാറിയ പോലെ അല്ലല്ലോ ഇവരുടെ അടുത്ത് പെരുമാറുന്നത് എന്ന് നമ്മൾ കുറേ കേൾക്കാറുണ്ട്, കുറേ റീൽസ് കാണാറുണ്ട്. ആ വ്യത്യാസം വളരെ എവിഡൻ്റ് ആണ്. അതെന്താ കാരണം എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? സോ ഒരു പ്രായം കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ കാര്യങ്ങളുടെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇമോഷണൽ അപ്രോച്ച്, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറും. അപ്പോൾ പേരൻസിന് നമ്മൾ വലുതാവുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നുണ്ടോ, നമ്മൾ വളർന്നു വരുന്ന രീതികൾ എങ്ങനെയാണ്, അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഒരു പ്രോഡക്റ്റ്, അവരുടെ ഒരു സ്വന്തം പ്രോഡക്റ്റ് എന്ന പോലെയാണ് നമ്മളെ അവർ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും അവർ ടോളറേറ്റ് ചെയ്യാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുകയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ കുറ്റമാകും എന്നുള്ളൊരു പേടിയുണ്ട്. നന്നായിട്ടൊക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എത്തില്ല എന്നൊരു പേടി അവർക്കുണ്ട്. അങ്ങനെ അവർ അതേസമയം ജോലിക്കൊക്കെ പോകുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ന് കുറേ പേര് കുട്ടികളെ വേണ്ട എന്ന് ചൂസ് ചെയ്യുന്നതിന് കാരണം ഭയങ്കര എഫേർട്ടാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അറിയില്ലായിരുന്നു. അവർ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്തു. എന്നാൽ അവർക്ക് അറിയാവുന്ന പോലെയൊക്കെ അവർ വളർത്തിക്കൊണ്ട് വന്നു. ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കരിയറിലൊക്കെ സെറ്റിലായി എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അവർക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. അവർ സിമ്പിളായിട്ട് എൻജോയ് ചെയ്യാണ് ബീങ് എ പേരൻറ്റ്. ആൻഡ് അവർക്ക് ഒരു റിട്ടയർമെൻറ്റ് ഏജൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ആ ഒരു രക്തത്തിളപ്പോ ആ ഒരു ദേഷ്യമോ കലിപ്പോ ഒന്നും അത്രയും ഉണ്ടാവില്ല. ആൻഡ് അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മളോട് കൂടെ സ്പെൻഡ് ചെയ്യുക, അല്ല ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണ് അവർ ആ രീതികളൊക്കെ മാറ്റുന്നത്. ആൻഡ് കുഞ്ഞുങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ വലുതായപ്പോൾ അവർക്ക് ഒത്തിരി ടൈം കിട്ടിയിരുന്നില്ല നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അല്ലേ. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുമ്പോൾ അവർക്ക് അത് ഓർമ്മ വന്നിട്ട് അവരതങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് വേറൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ വളർത്തുന്ന ഒരു സ്ട്രെസ്സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ട്രെസ്സോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കും ആ ഒരു വേർഷൻ കിട്ടിയേനെ. അത് അങ്ങനെ ആയിരിക്കണം എന്നല്ല പറയുന്നത്. കാര്യം നമ്മളിപ്പോൾ പേരൻ്റ് ആണെങ്കിൽ നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആവണം എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ഒരു ഇമോഷണൽ ഗ്രോത്ത് കൂടെ ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം അവരങ്ങനെ പെരുമാറിയത് എന്നുകൂടെ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ട് അല്ലേ. അതിനോടൊപ്പം തന്നെ അവരിപ്പോൾ നമ്മളൊരു റീൽ ചെയ്യുക അല്ലെങ്കിൽ വേറെ കുറേ കുട്ടികളീസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും അത് എക്സ്പോഷർ ഉണ്ട്. ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ട് ഇതിലൊക്കെ ഒന്ന് എക്സ്പോസ്ഡ് ആവാൻ വേണ്ടി. പണ്ട് അവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നമ്മൾ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യാത്തപ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെയല്ല, അവരും ആ ഒരു സിറ്റുവേഷനിലാണ് കാര്യം. അവർക്ക് കൂടുതൽ ടൈം ഉണ്ട്, അവർക്ക് വേറെ വേറെ നെറ്റ്വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവരതൊക്കെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് കണ്ടിട്ടില്ലേ, പണ്ട് എൻ്റെ അടുത്ത് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം ഫോണിൽ കുത്തിരുതെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. കാര്യം അവരും അതിലോട്ട് ആദ്യമായിട്ട് എക്സ്പോസ്ഡ് ആവാം. നമ്മളൊരു 10-15 വർഷം മുന്നേ ഇതിലോട്ടൊക്കെ ആദ്യമായിട്ട് എക്സ്പോസ്ഡ് ആയപ്പോൾ നമ്മൾ കുറേ ടൈം അതിൽ ചിലവഴിച്ചിരുന്നു. അതേപോലെ അവരിപ്പോൾ അതിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ കേൾക്കുമ്പോൾ അവരൊക്കെ അയ്യോ ഇത് ഇങ്ങനെയാണോ, ഇത് തെറ്റാണോ, ഇത് ശരിയാണോ എന്ന് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ നമ്മൾ അതേപോലെ ആയിരുന്നു പണ്ട്. അതുകൊണ്ടാണ് വാട്സാപ്പിൽ ഈ തെറ്റായ ഫോർവേഡുകളൊക്കെ ഇവർ ഫോർവേഡ് ചെയ്ത് തരുന്നത്. പണ്ട് നമ്മൾ ഇതേപോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയച്ചുകൊണ്ടിരുന്നത് അവരിപ്പോൾ അത് ചെയ്യുന്നു. കാര്യം ഇപ്പോഴാണ് അവരത് എക്സ്പോസ്ഡ് അയക്കുന്നത്. ഇത് മാത്രമല്ലാതെ നമ്മൾക്കും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. പണ്ട് നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്കൊന്നും നിന്നിട്ടില്ല, ഒറ്റയ്ക്കൊരു വീട് നമ്മൾ നോക്കിയിട്ടില്ല. ഇപ്പോൾ അമ്മ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ഒറ്റയ്ക്ക് ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണം, പാത്രം കഴുകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്കത് ചെയ്ത് ശീലമുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹെൽപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കയറി ചെയ്യും, നമ്മൾ കുറേ കൂടെ റെസ്പോൺസിബിളായിട്ട് പെരുമാറും. അപ്പോൾ അവർക്കും ആ ഒരു സ്ട്രെസ്സ് കുറവാണ്. അപ്പോൾ അവർക്കും തോന്നും നമ്മൾ വലുതായി. ആൻഡ് അവർക്കും അത് എന്താ പറയുക, പണ്ട് പറഞ്ഞ് ചെയ്യിച്ച കാര്യങ്ങൾ ഇപ്പം നമ്മൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ അവരുടെ രീതികൾ മാറും. ഇപ്പോൾ അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മളും കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടായിരിക്കും കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കും ചിലപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റ്സ് സിമിലർ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടാകും, ഒരു മിഡിൽ ഗ്രൗണ്ട് എത്തുന്ന കാര്യങ്ങളുണ്ടാവാം.
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പേരൻസ് ഓൾഡർ ആവും തോറും ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ്. അവർ ആലോചിക്കുമ്പോഴാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്തു പറഞ്ഞ് മാറ്റാനൊന്നും ഇല്ല, ഇപ്പോൾ ഉള്ള ടൈം സ്പെൻഡ് ചെയ്യുക, ഹാപ്പി ആയിട്ട് ചിലവാക്കുക, തീർക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരൻസ് ഇത്രയും ഡിഫറെൻ്റ് ആവും അല്ല ആയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് മാറ്റുക ചെയ്യുക എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ ഇനി ചില പേരൻസ് എങ്കിലും അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് അഭിനയിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഇതെന്താ ഉദ്ദേശം എന്നോ നോക്കാതെ, അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ലല്ലോ എന്താണ് എന്ന് സംശയത്തോടെ ഇരിക്കാതെ അത് കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇവരെന്താ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്ത് എന്ന് ആലോചിക്കാതെ അതിനൊരു സ്പേസ് കൊടുക്കുക. കാര്യം നമ്മളെല്ലാവരും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുവാണ്, സോ അവരും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ അന്നുണ്ടായില്ലല്ലോ, ഇപ്പോൾ എന്തിനാ എന്നോട് സ്നേഹം കാണിക്കുന്നതെന്ന് ചോദിക്കാതെ ഇപ്പോൾ കിട്ടുന്നത് എൻജോയ് ചെയ്യുക, റീകിൻഡൽ ചെയ്യുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്സ് ആണെങ്കിൽ അത് വീണ്ടും ബെറ്ററാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. കാര്യം അവർക്കും കുറേ ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ അഡ്വൈസസ് കിട്ടും. നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ സീനിയേഴ്സൊക്കെ നമ്മളോട് ഓരോ കാര്യം പറയുമ്പോൾ നമ്മളെക്കാൾ മുന്നേ ആ പാത്തിലൂടെ പോയവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരെന്താ ചെയ്തതെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പണ്ട് അവർ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ പ്രാക്ടിക്കലായിട്ട് കുറേശ്ശെ കത്താൻ തുടങ്ങും അല്ലേ. അതാണ് നമ്മൾ ഈ തന്ത വൈബ് തള്ള വൈബ് എന്ന് പറയുന്നത്. സോ അത് കുറച്ച് മനസ്സിലാക്കി ഇതിനെ ഓപ്പണായിട്ട് എടുക്കാൻ നോക്കുക. കംപ്ലീറ്റ്ലി ടോക്സിക് ആണെങ്കിൽ തിരിച്ചു പോകാൻ ഞാൻ പറയില്ല, പക്ഷേ അതാണ് എൻ്റെ ഒരു ടേക്ക് അവേ. ഒരു ജസ്റ്റ് കാഷ്വലായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. വീട്ടുകാർ വന്നപ്പോൾ ഉണ്ടായ ഒരു ഡിസ്കഷൻ എന്ന അനുഭവത്തിൽ നിന്നും ഒരു സൈക്കോളജിക്കൽ പോയിന്റിൽ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഫ് യു റിലേറ്റ് ടു ദിസ്, പ്ലീസ് കമൻറ്റ് ഡൗൺ യുവർ പോയിൻറ്റ്സ് and like, share and subscribe. Thank you.